ദേവീ ശരണം അമ്മേ. മാലേശിടുന്ന നേരം കഠിനരുചകളാൽ മാനസം വെന്തു നീറും കാലേ വന്നങ്ങു വേഗം പരിചരണസുഖം കൊണ്ടൊരാശ്വാസമേകാൻ ചാലേ ചിന്തിച്ചിടുമ്പോൾ തവ മുഖകമലം മാത്രമാണാശ്രയം മേ. പാലേലീലേ വസിക്കൻ മനസി സുഹൃദസന്താനവല്ലി സുചില്ലി. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത് നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 17-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിശ്ചന്ദ്രൻ്റെ യാഗത്തിൽ പ്രത്യക്ഷനായ വരുണൻ ഹരിശ്ചന്ദ്രനെ അനുഗ്രഹിച്ച് രോഗവും മുക്തനാക്കി, തൻ്റെ ശാപത്തിൽ നിന്നും മുക്തനാക്കി. ശുനശേഭനെയും യാഗപ്പശുവായി തീരുമാനിച്ച ശുനശേഭനെയും മുക്തനാക്കി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. മുക്തനായ ശുനശേഭൻ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരോട് ചോദിക്കുന്നു, ഇനി ഞാൻ ആരുടെ പുത്രനാണ് എന്നാണ്. ഈ ചോദ്യം വരാനുള്ള കാരണം, അജീകർത്തൻ്റെ പുത്രനാണ് ശുനശേഭൻ. പക്ഷേ അജീകർത്തൻ ശുൽക്കം മേടിച്ചുകൊണ്ട് ഹരിശ്ചന്ദ്രന് ആ പുത്രനെ വിൽപ്പന ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ശുൽക്കം കൊടുത്ത് മേടിച്ചത് കാരണം കൊണ്ട് ഹരിശ്ചന്ദ്രൻ്റെ പുത്രന് തുല്യനാണ് ശുനശേഭൻ. അതുകൊണ്ടാണല്ലോ ആ പുത്രനെ യാഗപ്പശുവാക്കി യാഗം കൊടുത്താൽ മതി, ഫലം കിട്ടുമെന്ന് മഹാജ്ഞാനിയായ വസിഷ്ഠനും ഹരിശ്ചന്ദ്രനെ ഉപദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ്. ഈ യാഗപ്പശു എന്ന കെട്ടിയിരിക്കുന്ന രൂപത്തിൽ നിന്ന് മുക്തനായി എന്നുണ്ടെങ്കിലും താനിപ്പോൾ എങ്ങോട്ടാണ് പോകുക? ആരെയാണ് പിതാവ് ആയി സ്വീകരിക്കേണ്ടത്? അജീകർത്തനെയാണോ ഹരിശ്ചന്ദ്രനെയാണോ? അതും സദസ്യർ തന്നെ തീരുമാനിക്കട്ടെ എന്ന് ആലോചിച്ച ശുനശേഭൻ ബ്രാഹ്മണരോട് ചോദിക്കണു. ശുനശേഭൻ്റെ ചോദ്യങ്ങൾ കേട്ട ബ്രാഹ്മണരെ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. വാസ്തവത്തിൽ ഇവൻ അജീകർത്തൻ്റെ പുത്രനാണ്, അതല്ലാതെ മറ്റേ ആരുടേതാവും? പ്രേമപൂർവം ഇത്രയും കാലം അജീകർത്തനാണ് അവനെ രക്ഷിച്ചത്, അതുകൊണ്ട് മറ്റാരുടെ പുത്രനാവും ഇവൻ? ഇങ്ങനെ കേട്ട സമയത്ത് വരുണൻ ആ സദസ്യരോട് പറഞ്ഞു, ധനലോഭത്തിൽ പിതാവ് ഈ പുത്രനെ വിറ്റതാണല്ലോ, അതിനാൽ ധനം നൽകി രാജാവിൻ്റേതാണ് എന്നതിന് സംശയമില്ല. അഥവാ വരുണൻ്റെയാവാം. അദ്ദേഹമാണല്ലോ അവനെ ബന്ധനത്തിൽ നിന്ന് വേർപെടുത്തിയത്. അന്നം നൽകുന്നവനും ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവനും അതുപോലെ വിദ്യാദാനം ചെയ്യുന്നവനും ധനം നൽകുന്നവനും 5 പേരാണ് പിതാക്കൾ എന്ന് പറയപ്പെടുന്നത് എന്നിവിടെ പറയുകയാണ്. 27-ാമത്തെ ശ്ലോകത്തിൽ അന്നദാത ഭയത്രാത തഥാ വിദ്യ പ്രദശ്ചയ തഥാ വിത്ത പ്രദശ്ചൈവ പഞ്ചൈതേ പിതര സ്മൃത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു പിതാവിൻ്റേതാണ്, ചിലർ പറഞ്ഞു രാജാവിൻ്റെയാണ് ഇവൻ പുത്രനായിട്ട് ഭവിക്കേണ്ടത്, മറ്റു ചിലർ പറഞ്ഞു വരുണൻ്റെ പുത്രനായിട്ടാണ് ഭവിക്കേണ്ടത്. ഇങ്ങനെ പരസ്പരം ഇവരൊക്കെ
അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് തർക്കിച്ചു എന്നല്ലാതെ അവർക്കൊന്നും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. ഇങ്ങനെ അവരെല്ലാം സംശയം വെച്ചുകൊണ്ട് പരസ്പരം തർക്കിക്കുന്ന സമയത്ത് സർവജ്ഞനായിട്ടുള്ള സൂര്യവംശത്തിൻ്റെ കുലുഗുരുവായിട്ടുള്ള വസിഷ്ഠൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. ശ്രുതി സമ്മതമായിട്ടുള്ള, അതായത് വേദോക്തമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. സ്നേഹമില്ലാതെ പിതാവ് തൻ്റെ മകനെ എപ്പോഴാണോ വിറ്റത് ആ നിമിഷം അവനുമായുള്ള ബന്ധം ധനം സ്വീകരിച്ചതുകൊണ്ട് ഇല്ലാതെ കണ്ടായി അറ്റുപോയി. വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് തന്നെ ഇവൻ ഹരിശ്ചന്ദ്രൻ്റെ പുത്രനായി തീർന്നിരിക്കുന്നു. എപ്പോഴാണോ യൂപത്തിൽ രാജാവ് അവനെ ബന്ധിച്ചത് അപ്പോൾ അവൻ യാഗപ്പശുവായി ഹരിശ്ചന്ദ്രൻ്റെ പുത്രനും അല്ലാതെ കണ്ടായി. ആ ബാലൻ വരുണനെ സ്തുതിച്ചു. സന്തുഷ്ടനായ അദ്ദേഹം അവനെ മോചിപ്പിച്ചു. അതിനാൽ ഇവൻ വരുണൻ്റെ പുത്രനുമല്ല. ആരെ മഹാമന്ത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നുവോ ആ ദേവൻ സന്തോഷിച്ച് ധനവും പ്രാണനും പശുക്കളും രാജ്യവും അതുപോലെ ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുകയും ചെയ്യും. ഇവനാവട്ടെ വിശ്വാമിത്രൻ്റെ പുത്രനാണ്. അദ്ദേഹമാണ് അതിഭയങ്കരമായ സങ്കടത്തിൽ നിന്നും മഹാശക്തമായ മന്ത്രം നൽകി ഇവനെ രക്ഷിച്ചത് എന്നതുകൊണ്ട് വാസ്തവത്തിൽ ഇവനിപ്പോൾ വിശ്വാമിത്രൻ്റെ പുത്രനാണ് എന്ന ധർമ്മശാസ്ത്രമാണ് ഇവിടെ വസിഷ്ഠൻ പറഞ്ഞത്. ശുൽക്കം മേടിച്ച് മകനെ വിറ്റതോടുകൂടിയിട്ട് അജീകർത്തന് അച്ഛൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ധനം കൊടുത്ത് പുത്രനായി മേടിച്ചു. അപ്പോൾ അവൻ ഹരിശ്ചന്ദ്രൻ്റെ പുത്രനായി. പക്ഷേ വരുണന് യാഗപ്പശുവായി സങ്കല്പം മന്ത്രപൂർവം ചെയ്തുകൊണ്ട് രൂപത്തിൽ ബന്ധിച്ചതോടുകൂടിയിട്ട് അവൻ വരുണന് സമർപ്പിക്കപ്പെട്ടവനായി. അപ്പോൾ അവൻ ആരായി? വരുണൻ്റെ പുത്രനായി തീരണം. അവനിലുള്ള അധികാരം വരുണനാണുള്ളത്. പക്ഷെ ആ വരുണനും ഇപ്പോൾ അവനെ ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. ആ സങ്കടത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മോചിപ്പിച്ചു. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട അവൻ ഇപ്പോൾ വരുണൻ്റെ പുത്രസ്ഥാനം പോകാൻ യോഗ്യനല്ല. അപ്പോൾ പിന്നെ ആരാ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശാസ്ത്രപ്രകാരം ആരാണോ ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്, തന്നെ യാഗപ്പശുവാക്കി ബലി കൊടുക്കാൻ പോകുന്നു, തൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ഭയത്തിൽ ഇരുന്ന ശുനശേഖനെ ആ ഭയത്തിൽ നിന്നും അവിടെ മോചിപ്പിച്ചത് വാസ്തവത്തിൽ വിശ്വാമിത്രനാണ്. ആ വരുണമന്ത്രം പറഞ്ഞുകൊടുത്ത് ആ ഉണ്ണി വരുണനെ ആ മന്ത്രം കൊണ്ട് സ്മരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഇരുന്ന കാരണം കൊണ്ടാണ് വരുണം വന്നതും ആ സങ്കടത്തിൽ നിന്നും മോചിപ്പിച്ചതും. അപ്പോൾ അങ്ങനെയുള്ള സങ്കടത്തിൽ നിന്നും വിശ്വാമിത്രനാണ് ഉണ്ണിയെ മോചിപ്പിച്ചിരിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ശുനശേഖൻ വിശ്വാമിത്രൻ്റെ പുത്രനാണ് എന്നാണ് ഇവിടെ വസിഷ്ഠൻ പറയുന്നത്. ഇതാണ് ധർമ്മശാസ്ത്രം എന്നാണ് വസിഷ്ഠൻ അവിടെ ഉള്ളവരോടെല്ലാം പറഞ്ഞത്. എന്തായാലും ഈ വസിഷ്ഠൻ പറഞ്ഞത് കേട്ട് എന്താണ് പിന്നീട് എല്ലാവരും കൂടി തീരുമാനിച്ചത് എന്നുള്ള ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.